കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി എറണാകുളത്ത് നിന്നും വേണമെന്ന നിലപാട് തിരുത്തി DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് AICC ആണെന്ന് മുഹമ്മദ് ഷിയാസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മറ്റു പ്രസ്താവനകൾക്ക് പ്രസക്തിയില്ല. എറണാകുളം ജില്ലയിൽ 14 സീറ്റിലും UDF വിജയിക്കുമെന്നും ഷിയാസ് കൂട്ടിച്ചേർത്തു. ഇനി വോട്ടെണ്ണൽ 4-ാം തീയതി നമുക്ക് ഭൂരിപക്ഷം കിട്ടണം. ആ ഭൂരിപക്ഷം കിട്ടുമ്പോൾ പാർലമെൻ്ററി പാർട്ടി യോഗം കൂടും, MLA-മാരോട് അഭിപ്രായം ചോദിക്കും. കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായ രൂപീകരണം നടത്തി ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. ആ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ അത് അംഗീകരിക്കും. സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സഹിൻ, നമ്മളോട് നേരത്തെ വലിയ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഷിയാസിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ വന്നിരിക്കുന്നു. വിമർശനം മാത്രമല്ല, അതിനോടനുബന്ധിച്ച് അങ്ങനെയല്ല, പലരും യോഗ്യതയുണ്ടെന്ന് ദീപ്തി അടക്കമുള്ളവർ പറയുന്നു. കെ ബാബു ഷിയാസിനെ വിമർശിക്കുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ നിലവിൽ ഷിയാസ് ആഗ്രഹം മാറ്റിവെച്ച് നിലവിൽ ഇനി AICC തീരുമാനിക്കും എന്ന് പറയുകയാണ്. വിശദാംശങ്ങൾ. എന്തായാലും ഷിയാസ് പറയുന്നത് ഇപ്പോൾ AICC ഹൈക്കമാൻഡുമാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ്. അത് മറ്റ് പ്രസ്താവനകൾക്കൊന്നും പ്രസക്തിയില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. അദ്ദേഹം നേരത്തെ പറഞ്ഞത് എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരാൾ മുഖ്യമന്ത്രിയാകുമെന്നുള്ളതായിരുന്നു. പക്ഷേ ആ പ്രസ്താവനയിലേക്ക് അദ്ദേഹം കടക്കാൻ പോലും തയ്യാറായില്ല. പകരം അദ്ദേഹം പറയുന്നത് ഭൂരിപക്ഷം ലഭിച്ചാൽ ഇനി ഹൈക്കമാൻഡ് യോഗം ചേരേണ്ടതുണ്ട്, മറ്റ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം സ്വരൂപിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഹൈക്കമാൻഡ് തന്നെ, AICC തന്നെ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. അതിനാണ് പ്രസക്തി എന്നുള്ളതാണ്. അതായത് തൻ്റെ മുൻ നിലപാടിൽ നിന്നും മുഹമ്മദ് ഷിയാസ് പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ ദീപ്തി മേരി വർഗീസും കെ ബാബു പോലെയുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ അദ്ദേഹത്തെ പ്രസ്താവനയെ പൂർണ്ണമായും തള്ളിക്കളയുന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. ശരി സഹിൻ.